വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ പാർട്ടിയിൽ നമ്മൾ എങ്ങനെ ഒരു റോബോ സ്റ്റുഡിയോ ABB സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതിനെ കുറിച്ച് കണ്ടു. ഈ ഒരു പാർട്ടിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റോബോ സ്റ്റുഡിയോ ആപ്പിലെ വിവിധ ഓപ്ഷനുകളാണ്. ഓക്കെ, നിങ്ങൾ ഓൾറെഡി സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്തിരിക്കുമല്ലോ. അതിനുശേഷം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു സൈൻ ഇൻ ഓപ്ഷൻ കണ്ടോ, ഇതിൽ പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെയിൽ ID യൂസ് ചെയ്ത് നിങ്ങളുടെ ABB അക്കൗണ്ട് ഇതിൽ ലിങ്ക് ചെയ്യണം. ഞാൻ ഓൾറെഡി എൻ്റെ പ്രീമിയം വെർഷൻ അവസാനിച്ചതുകൊണ്ട് എനിക്കിപ്പോൾ ഡിസബിൾ ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ അത് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻ കൊടുത്താൽ നിങ്ങളുടെ മെയിൽ ID ചോദിക്കും. അതുപോലെ പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തതിന് ശേഷം ഫ്രീ ട്രയൽ ആക്ടിവേറ്റ് ചെയ്യാൻ ചോദിക്കും. അത് യെസ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം അടുത്ത സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത് ആഡിൻസിലോട്ട് പോവുക. ആഡിൻസിലോട്ട് പോയാൽ ഇങ്ങനെ ഒരു UI നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഒമ്നിക്കോർ എന്ന് കാണും, റോബോട്ട് വെയർ ഫോർ ഒമ്നിക്കോർ. ഓക്കെ, നമ്മൾ ഇതിന്റെ ഓരോ സോഫ്റ്റ്വെയർ പ്ലഗിൻസ് നമ്മൾ റോബോ സ്റ്റുഡിയോയിലോട്ട് ആഡ് ചെയ്യാണ്. ഓക്കെ, ആദ്യം റോബോട്ട് വെയർ ഫോർ ഒമ്നിക്കോർ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആഡ് കാണും. ആഡ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് കൊടുക്കുക. ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ഓക്കെ, അതിനുശേഷം IRC5 എന്ന് കാണും. IRC5 ക്ലിക്ക് ചെയ്യുക, ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഇത് ഡിസബിൾ ആണ്, കാരണം ഒമ്നിക്കോർ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇനിയിപ്പോൾ തൽക്കാലം ക്യാൻസൽ ചെയ്യുന്നു. IRC5 ക്ലിക്ക് ചെയ്യുക, ഇവിടെ ആഡ് കൊടുക്കുക, അതുപോലെ അക്സെപ്റ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ നിങ്ങൾ പ്ലഗിൻ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് റോബോ സ്റ്റുഡിയോയുടെ ഹോം പേജ് മുതൽ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നോക്കാം. ഓക്കെ, ഇങ്ങനെയായിരിക്കും നിങ്ങൾ റോബോ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങളുടെ UI കാണുക, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇന്റർഫേസ് ഇങ്ങനെയാണ് വരിക. ഫസ്റ്റ് നമുക്ക് ഇതിന്റെ ലോഗോ കാണാം. രണ്ടാമത് നിങ്ങൾക്ക് സേവ് കാണാം. നിങ്ങളുടെ ഒരു പ്രീമിയം വെർഷൻ 30 days ട്രയൽ പാക്ക് ആണെങ്കിൽ ഈ സേവ് ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. കാരണം നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റ് നമുക്ക് ലൈവിലി സേവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് അൺഡു റീഡു, ഇവിടെ ഒരു സെർച്ച് ഓപ്ഷൻ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണ്ട സെറ്റിങ്സ് ഇതിൽ സെർച്ച് ചെയ്യാം. സെർച്ച് ടാബ് ആണത്. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്യൂക്ക് ആക്സസ് ടൂൾ ബാർ കാണും. നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ടൂൾ ബാർ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കണ്ടോ, സ്ക്രീൻഷോട്ട് ആഡ് ആയത് കണ്ടോ. ഓക്കെ, ഇതിന്റെ ലേഔട്ട് എങ്ങാനും നിങ്ങൾക്ക് മിസ്സായി പോവുകയാണെങ്കിൽ നിങ്ങൾ ഡിഫോൾട്ട് ലേഔട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതെല്ലാം നോർമൽ രീതിയിൽ തിരിച്ചു വരും. നമുക്ക് പിന്നെ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് കാണാം. നിങ്ങൾക്കൊരു പുതിയൊരു സ്റ്റേഷൻ ആദ്യം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങൾ ന്യൂ പ്രസ് ചെയ്യുക. ഓക്കെ, ന്യൂ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫയൽ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇതിൽ സ്റ്റേഷൻ സെലക്ട് ചെയ്യാം. സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സിമുലേഷൻ ചെയ്യണമെങ്കിൽ റോബോട്ട് അതുപോലെ ഫ്രണ്ട്സ് എല്ലാം ഇമ്പോർട്ട് ചെയ്യുന്നത് ഈ സ്റ്റേഷൻ ഏരിയയിലായിരിക്കും. ഓക്കെ, അതിനുശേഷം ക്രിയേറ്റ് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഓക്കെ, ഞാൻ വീണ്ടും ന്യൂയിലോട്ട് പോകുന്നു. റാപ്പിഡ് മൊഡ്യൂൾ ഫയൽ എന്ന് പറയുന്നത് തൽക്കാലം നിങ്ങൾ ഇതൊരു ഫോൾഡർ ആയിട്ട് കൺസിഡർ ചെയ്യുക. അതായത് നമ്മുടെ പ്രോഗ്രാംസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ഫോൾഡർ. ആ ഒരു ഫോൾഡർ നമുക്ക് ബ്ലാങ്ക്ലി നമുക്ക് ടൈപ്പ് ചെയ്ത് നോർമലി ടൈപ്പ് ചെയ്ത് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ മൊഡ്യൂൾ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിനുശേഷം ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. എന്താണ് മെയിൻ മൊഡ്യൂള്, അതുപോലെ എന്താണ് സിസ്റ്റം മൊഡ്യൂള്, എന്താണ് പ്രോഗ്രാം ഫയൽ എന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതിനുശേഷം കൺട്രോളർ കോൺഫിഗറേഷൻ ഫയൽസ്. നമ്മുടെ കൺട്രോളർ ബേസിക്കലി വർക്ക് ചെയ്യുന്നത് നിരവധി ഫയൽസ് അതുപോലെ കോൺഫിഗറേഷൻ ഫയൽസ് IO ഫയൽസിന്റെ ഒക്കെ ബേസിസിലാണ്. എന്താണ് IO ഫയൽസ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഫയൽസ്, ഇതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, അതുപോലെ SIO സിസ്റ്റം ഫയൽസ്, മോഷൻ സൂപ്പർവിഷൻ, അതുപോലെ മോഷൻ കോൺഫിഗറേഷൻ ഫയൽസ്, SYS ഫയൽസ്. ഇതിന്റെ എല്ലാ അടിസ്ഥാനത്തിലാണ് നമ്മുടെ റോബോ സ്റ്റുഡിയോ വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓരോ പ്രൊജക്റ്റും വർക്ക് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്ത് അല്ലെങ്കിൽ മാനുവലി പ്രോഗ്രാം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഓരോ ഫയല് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷമുള്ള ഓപ്ഷനാണ് ഓപ്പൺ എന്ന് പറയുന്നത് നിങ്ങൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രൊജക്റ്റ് ഇവിടെ നിങ്ങൾക്ക് വിസിബിൾ ആയിരിക്കും. ഇതിലേതെങ്കിലും നിങ്ങൾ റീവർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ഇത് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത പ്രൊജക്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതിനുശേഷം ഇൻഫോ,
നിങ്ങളുടെ സെഷൻ സേവ്ഡ് ആണോ അൺസേവ്ഡ് ആണോ എന്ന് അറിയാൻ പറ്റും. പ്രിന്റ് ചെയ്യാൻ നിങ്ങൾക്കൊരു എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ വർക്ക് ഏരിയ അല്ലെങ്കിൽ വർക്ക് സ്പേസ് പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു മൊഡ്യൂൾ പ്രിന്റ് ഔട്ട് ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം. ഷെയർ ചെയ്യാൻ നിങ്ങൾക്കൊരു ടീം ഓഫ് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്ത് എല്ലാവരും ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും ഓൺലൈൻ. സോ നിങ്ങളൊരു ഫിസിക്കൽ കൺട്രോളർ ആയിട്ട് നിങ്ങളുടെ ലാപ്ടോപ്പും അതുപോലെ തന്നെ കൺട്രോളറും കണക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്കിവിടെ വൺ ക്ലിക്ക് കണക്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ലൈവ്, അതായത് ഷോ ഫ്ലോറിൽ കറന്റ് ലൈവ് ആയിരിക്കുന്ന ഒരു കൺട്രോളർ സെലക്ട് ചെയ്യാൻ പറ്റും. സെക്കൻഡ്, ഇപ്പൊ നിങ്ങളുടെ ഒരു കൺട്രോളർ മോസ്റ്റ്ലി എല്ലാ ഷോ ഫ്ലോറിലും നമ്മുടെ എല്ലാ റോബോട്ടും, ഇപ്പൊ ഒരു ഒന്നിൽ കൂടുതൽ റോബോട്ട് ഉണ്ടെങ്കിൽ അതൊരു ഹബിലോട്ട് കണക്ട് ചെയ്തിരിക്കും. സോ കണക്ട് ടു കൺട്രോളർ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ IP അഡ്രസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കൺട്രോളറായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ അടുത്തത് ഹെൽപ്പ്. ഓക്കെ, ഹെൽപ്പിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ ട്യൂട്ടോറിയൽസ്, ABBയുടെ ട്യൂട്ടോറിയൽസും ABBയുടെ റോബോ സ്റ്റുഡിയോയുടെ ഹോം പേജിലോട്ടുള്ള ലിങ്കും അതുപോലെ നമ്മുടെ റോബോ സ്റ്റുഡിയോയുടെ വെർഷൻസ് എല്ലാതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, എൻ്റെ ഇപ്പോൾ ഉള്ളത് 2025 പോയിന്റ് എന്ന് പറയുന്ന ഒരു വെർഷൻ ആണ്. നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ 2026 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഒരു മെയിൻ രണ്ട് ഡോക്യുമെന്റേഷൻ പർപ്പസ് ഉണ്ട് നമ്മളൊരു റോബോട്ട് പ്രോഗ്രാമർ എന്നുള്ള രീതിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ ഞാൻ ആദ്യം IRC5 കൺട്രോളറിന്റെ ഡോക്യുമെന്റേഷനിലോട്ട് പോവാണ്. ഇവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് റാപ്പിഡ് പ്രോഗ്രാം റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും അല്ലെങ്കിൽ എല്ലാ ഹെൽപ്പ് ഗൈഡൻസും ഇവിടെ ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു, റാപ്പിഡ് ഇൻസ്ട്രക്ഷൻ ഫംഗ്ഷൻ ഡാറ്റ ടൈപ്സ് സെലക്ട് ചെയ്യാണ്. ഇങ്ങനൊരു ഡയലോഗ് ബോക്സ് നിങ്ങൾക്ക് കിട്ടും. സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഇപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്നത് മോസ്റ്റ്ലി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മൂവൽ എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രക്ഷൻ. ഓക്കെ, സോ മൂവൽ കൊടുത്തു. ഓക്കെ, ഇതിൽ പോയി കഴിഞ്ഞാൽ മൂവൽ. അപ്പൊ മൂവൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ ഇൻസ്ട്രക്ഷൻ, മൂവ്സ് ദി റോബോട്ട് ലീനിയർലി. നമ്മൾ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞിരുന്നു മൂവല് ജെ അതുപോലെ മൂവ്സിനെ കുറിച്ച്. ഓക്കെ, സോ അതേ ഡെഫിനിഷൻ അത് പ്രോഗ്രാമിൽ എങ്ങനെ ഉപയോഗിക്കണം, അതിന്റെ സിൻടാക്സ് എന്താണ് എന്നുള്ളതെല്ലാം ഈ ഒരു ഹെൽപ്പിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ റോബോ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ട് F1 പ്രസ് ചെയ്താലും ഈ ടാബ് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കിട്ടും. ഓക്കെ, സോ ഇവിടെ എക്സാമ്പിൾ 1. ഓക്കെ, മൂവൽ P1V1000 Z30 ടൂൾ 2 ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ട് സിൻടാക്സ് കാണാൻ പറ്റും. ഓക്കെ, സോ ഇനി പ്രോഗ്രാമിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഓക്കെ, അത് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന ഒരു പാർട്ട് ചെയ്യുമ്പോൾ അതിലോട്ട് ഇതെല്ലാം എങ്ങനെ ഉപയോഗിക്കണം എന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ മിനിക്കോർ ഡോക്യുമെന്റേഷനിൽ പോയാലും അതിൽ ഉപയോഗിക്കുന്ന റാപ്പിഡ് ഇൻസ്ട്രക്ഷൻ ഫങ്ഷൻസിന്റെ എല്ലാം ഹെൽപ്പ് ഓപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ എല്ലാം മാനുവൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ റോബോ സ്റ്റുഡിയോയുടെ ഒരു ആക്സസിബിലിറ്റി ഏരിയ ആണ് അതിന്റെ അപ്പിയറൻസ്, അതിന്റെ ലാംഗ്വേജ്, അതുപോലെ തന്നെ ഇതിന്റെ ടെസ്റ്റിന്റെ വലിപ്പം കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സോ ഇത്രയാണ് ഇതിന്റെ ഹോം പേജ്. ഇനി ഇതിൽ നിങ്ങൾക്ക് കുറച്ച് ടാബ് ഓപ്ഷൻസ് കാണാം. ഓക്കെ, സോ ആദ്യത്തെ ഫയൽ എടുത്താൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണാം. അതിനുശേഷം ഹോമിൽ പോയി കഴിഞ്ഞാൽ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഒരു ഷോപ്പ് ഫ്ലോറിൽ പോയാലോ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കും. ആ ഒരു സമയത്ത് ഇത് ഓരോ ഓപ്ഷൻസും ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അതുപോലെ വെർച്വൽ കൺട്രോളർ ഇവിടെ പോയി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഒരു പുതിയൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക, അതായത് ഒരു റോബോട്ടിനെ ഇതിലോട്ട് കോൾ ചെയ്യാൻ പറ്റുക. ഓക്കെ, അത് നമ്മൾ ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വീഡിയോയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, അതിനുശേഷം മോഡലിംഗ് ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്കൊരു പാർട്ട് മോഡൽ ചെയ്യണമെങ്കിലോ അതിനെ എഡിറ്റ് ചെയ്യണമെങ്കിലോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സിമുലേഷൻ, അതായത് നമ്മൾ ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ റോബോട്ട് മൂവ്മെന്റിന്റെ അല്ലെങ്കിൽ ഒരു സെല്ലിന്റെ സിമുലേഷൻ വീഡിയോ നമുക്ക് ഇവിടെ പ്ലേ പോസ് അതുപോലെ നമ്മുടെ ക്രിയേറ്റ് ചെയ്ത IOs എല്ലാം ഇവിടെ ഡിസ്പ്ലേ ആവും. അതുപോലെ നമ്മുടെ റോബോട്ടിന്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ TCP ട്രേസ് ചെയ്യാൻ പറ്റും. TCP എന്താണെന്നൊക്കെ നമ്മുടെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ കൺട്രോളർ ആസ് എ റോബോട്ട് എഞ്ചിനീയർ നമ്മൾ ഉപയോഗിക്കുന്ന മോസ്റ്റ്ലി രണ്ട് ടാബാണ് ഈ കൺട്രോളറും റാപ്പിഡും. സോ നമ്മൾ തുടക്കത്തിൽ കണ്ട പോലെ നിങ്ങൾക്ക് കണക്ട് ടു കൺട്രോളറും വൺ ക്ലിക്ക് കണക്റ്റും ഇവിടെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്കൊരു നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ലാപ്ടോപ്പ് ഒരു കൺട്രോളർ ആയിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലാൻഡ് കേബിൾ ഉപയോഗിച്ചിട്ടാണ് കൺട്രോളറിന്റെ സർവീസ് പോർട്ടിലോട്ട് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുക.
സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് വൺ ക്ലിക്ക് കണക്റ്റ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കൺട്രോളർ ഒരു ഹബിലോട്ട് കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ടു കൺട്രോളർ ഉപയോഗിക്കാം. ഓക്കെ, ഇവിടെ റിക്വസ്റ്റ് ടു റൈറ്റ് ഇതെല്ലാം ഷോ ഫ്ലോറിൽ ഡയറക്റ്റ് നമ്മൾ ലാപ്ടോപ്പ് കണക്ട് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് ആണ്. അതുപോലെ കൺട്രോളർ റീസ്റ്റാർട്ട്, അതുപോലെ ബാക്കപ്പ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. അതുപോലെ നിരവധി ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, അതുപോലെ റാപ്പിഡ്, അതായത് നിങ്ങളുടെ പ്രോഗ്രാം റിലേറ്റഡ് ഫയൽ ആയിട്ടുള്ള എല്ലാവിധ ഓപ്ഷൻസും നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതായത് ഫയൽ ഫോർമാറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങളിവിടെ കൺട്രോളറിൽ കണ്ട സെയിം ഓപ്ഷൻസ് ആണ് ഇവിടെ റാപ്പിഡിലുള്ളത്. ഓക്കെ, റിക്വസ്റ്റ് ടു റൈറ്റ് അതായത് കൺട്രോളർ കണക്ട് ചെയ്തതിന് ശേഷം ലാപ്ടോപ്പിന് എസ് കൊടുക്കുന്നതിനെയാണ് റിക്വസ്റ്റ് ടു റൈറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മുടെ പ്രോഗ്രാം ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ ലാപ്ടോപ്പ് ഡിസ്കണക്ട് ചെയ്യുന്നതിന് നമ്മൾ റിലീസ് റൈറ്റ് പ്രസ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം ആഡിൻസ് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമുക്ക് ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ ആഡിങ്സ് എന്തെങ്കിലും ഫയൽ രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാളിൽ പോയിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പോവുക, ABB, നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലഗിൻസ് ഇവിടെ നിന്ന് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇതിന്റെ ഒരു ബേസിക്സ് സ്ട്രക്ചർ, അല്ലെങ്കിൽ ബേസിക് ഓപ്ഷൻസ് നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ഇതിന്റെ എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ ഇനി വരും പാർട്ടുകളിലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, എങ്ങനെ നമുക്കൊരു സ്റ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഓരോ ഓപ്ഷൻസും, അതുപോലെ തന്നെ അതിൽ എങ്ങനെ ജോഗ് ചെയ്യുന്നതും ടീച്ച് ഇവന്റും എല്ലാതും നമുക്കിനി വരും പാർട്ടുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.